നമ്മളെ ഓഫ് റോഡിൽ കൊണ്ടുപോകണ പോലെ ഉണ്ട് വണ്ടി. അപ്പോൾ അത് ആദ്യത്തെ സെഷൻ, ഇത് രണ്ടാമത്തെ സെഷൻ കേട്ടോ. കാണിച്ചരാ, ഇതുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ വണ്ടി കേട്ടോ. എൻ്റെ പുറകിലൊരു സംഭവം കണ്ട, ഈ കാണുന്നത് ഫുള്ള് ചകിരി നാരാണ്, ചകിരി നാര്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ടറി കമ്പനിയാണ് ഇതിപ്പോൾ. ഇത് ഒരു വലിയൊരു പറമ്പിൻ്റെ ഉള്ളിൽ ഒരു ഗോഡൗൺ പോലത്തെ ഒരു കമ്പനി കേട്ടോ. അപ്പോൾ ഒരു ചകിരീനെ എങ്ങനെയാണ് നമ്മൾ നാരാക്കി എടുക്കുന്നത്, ഇവിടുത്തെ മെഷീൻസിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് തരംതിരിക്കുന്നത് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ തുടങ്ങിയാലോ. നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ വണ്ടി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ വണ്ടി എടുത്ത് പോവാണ്. നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടി അപ്പുറത്ത് നിന്ന് കൊണ്ട് പാർക്ക് ചെയ്യണം, ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട്. നോക്കി ഇവിടുത്തെ അവസ്ഥ നോക്കിക്കുക. ഓ ചകിരിനാരാണ്, പക്ഷേ ചവിട്ടുമ്പോൾ ചതുപ്പി കയറി ചവിട്ടണ പോലെ ഉണ്ട്. താവാണ് കാല്, വല്ലാണ്ട് താവണില്ല, എന്നാലും ഒരു ഉറപ്പുണ്ട്. ആകെ വെള്ളം കെട്ടിയിട്ടേ ഇതെന്താ എനിക്ക് അത് വല്ലാതെ മതി. അപ്പോൾ ഇനി ഇവിടുന്നുള്ള താഴത്തേക്കുള്ള ഏരിയയാണ് കാണിച്ചു തരാട്ടാൻ. ഇതെന്താ നമ്മുടെ നരിക്കുട്ടനെ എടുത്തിട്ട് വരാം. മോനെ വണ്ടി ഉണ്ടല്ലോ വേറെ ലെവലാണ്. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടാ. നോക്കി ഇതെന്താ, ഞാൻ വേസ്റ്റ് ഞാൻ ആദ്യം കാണിച്ചല്ലേ വേസ്റ്റ് കത്തിക്കാനൊക്കെ ഉപയോഗിക്കട്ടത്. ബണ്ടിലാണിത്. നോക്കി എന്താ ബണ്ടില് എന്താ നമ്മുടെ കല്ല് പോലെ കൊണ്ടുവച്ചു. ആ കണ്ണ് എന്താ വണ്ടി എടുക്കട്ടെ പറ്റി വേണ്ടാ. നമ്മുടെ വണ്ടി അത് വേണ്ട 1110 പ്രോ ഏഷ്യറിലാട്ടാ. 19 അടി, അത് 20 അടി. ഇതാണ് മറ്റേ ഫുള്ള് ചകിരി കയറ്റി അവിടെ കൊണ്ടിട്ട് ഇടണ. ഉണ്ടാ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ട് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, ആകാശം ആ താഴെ ഏരിയ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം. അയ്യോ, പിന്നെ ഒരു അടിപൊളി ഹോൺ ഉണ്ട് കേട്ടോ അതിൽ. അത് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ പണിയാവും, ഒക്കെ ഫൈൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അടിക്കുന്നില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റാർട്ടിങ് സൗണ്ട് നോക്കട്ടെ നിങ്ങൾ. അടിപൊളി വേണ്ട എന്താ, ഗിയർ സ്മൂത്ത്, ഹാൻഡ് ബ്രേക്ക്, സ്റ്റിയറിങ് ഇങ്ങനെ എന്താ ഇവിടുത്തെ ഏരിയ കേട്ടോ. അപ്പുറത്ത് ഒരു ഓഫീസ് ഉണ്ട് തോന്നുന്നു കണ്ടോ. ഇവർക്ക് ഇത് വലിയൊരു സ്ഥാപനം കേട്ടോ, വലിയ ഓഫീസൊക്കെ ഉണ്ട്. അവിടെ ഒരാളെന്നെ നോക്കുന്നുണ്ട്. എൻ്റെ അമ്പു നമ്മളെ ഓഫ് റോഡിൽ കൊണ്ടുപോകണ പോലെ ഉണ്ട് വണ്ടി. അയ്യോ, ലോഡും വെച്ചിട്ട് കയറിയാൽ മതി. കാരണം സ്ലിപ്പായി കളിക്കുക ചിലപ്പോൾ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ടിട്ടും ഇതിട്ടിട്ടും അവിടെ ചതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് റിവേഴ്സ് അടിച്ച് കയറ്റണം. നേരെ പോയിട്ട് അങ്ങോട്ടില്ല, ആ വളവ് കണ്ട, അങ്ങോട്ട് പോയി റിവേഴ്സ് പോകണം. ഇവിടെ കുറേ ചേച്ചിമാരെന്തൊക്കെ ചെയ്യുന്നുണ്ട്. ചാക്കിട്ട് നമ്മുടെ വണ്ടി വേണ്ട, അങ്ങോട്ട് മൊത്തം റിവേഴ്സ് പോകണം. അപ്പോൾ സിമ്പിളാണ് റിവേഴ്സ്. എനിക്ക് റിവേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ഫോർവേഡ് അടിക്കുന്ന പോലെ അല്ല, അവിടെയും കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ വണ്ടികൾ വരാറുണ്ട് തോന്നിട്ടാ. നമ്മൾ റിവേഴ്സ് കയറിട്ട് എന്നിട്ട് റിവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതണ്ട കാറുകളിലെ ഫസ്റ്റ് ഇടില്ലേ, അതേപോലെ ഇടുന്നതിന് സ്റ്റൈലുണ്ട്. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ച് ഇടണം. അതേപോലെ തന്നെ ഫസ്റ്റ് ഇടുന്നുണ്ട് കണ്ട. നമ്മൾ റിവേഴ്സ് ഇങ്ങനെ പതുക്കെ അങ്ങനെ പതുക്കെ. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ മൊബൈലല്ലാണ്ട് എൻ്റെ കണ്ണാടിക്ക് നോക്കുക. കാരണം വണ്ടിനാട്ടിയും സൈസുള്ളതാണ് ഇതിൻ്റെ ബോഡി. അപ്പോൾ അത് നോക്കി എവിടെ ചെന്ന് കുത്തും. ഫുള്ള് കണ്ട ഇങ്ങനെ ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാണല്ലോ ഏതും നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി നമുക്ക് കൈകാര്യം ചെയ്യാം. ഏറ്റവും പഠിക്കേണ്ടത് പറഞ്ഞാൽ റിവേഴ്സാണ്.
റിവേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കറക്റ്റ് അതിൻ്റെ ഒരിക്കലും റിവേഴ്സ് അടിക്കുന്ന ടൈമിൽ വലിയ വണ്ടി റിവേഴ്സ് അടിക്കുന്ന ടൈമിൽ പിന്നെ ഫ്രണ്ട് എടുക്കരുത്. ഫ്രണ്ട് എടുക്കാണ്ട് എങ്ങനെ കൊണ്ടുപോകണം. ഇപ്പോൾ വേണ്ട കറക്റ്റായിട്ട് പോണോക്കിക്കുക, ഒരു ലെവലും തെറ്റണ്ട. ആരെ വിളിച്ചിട്ട് നമ്മളെ. അപ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് അടിപ്പിക്കാനാണ് പറഞ്ഞു. നമ്മൾ നടുക്ക പിടിച്ചിട്ട് പോകുന്ന കേട്ടോ. ലെഫ്റ്റ് അടുപ്പിക്കുകയാണ് കണ്ട. ഓ ചളി. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ വണ്ടി ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. നോക്കിയേ ചതുപ്പ് പോലെ സ്ഥലം, കാലുവണ്ടി ആയതുകൊണ്ടേ വണ്ടി വലിക്കണില്ല. ഇതുണ്ടോ? അപ്പോൾ നമുക്ക് ഇറങ്ങാൻ കഴിയുമോ? വണ്ടി ഇപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് കയറ്റി. ഇവിടുന്ന് വണ്ടി വലിക്കണില്ല. വണ്ടി ഇങ്ങനെ സ്ലിപ്പായിട്ട് നമ്മുടെ ഈ ചളിയിലിരുന്ന് കഴിഞ്ഞാൽ നിരങ്ങി കളിക്കില്ല, അതേപോലെ നിരങ്ങിയിരുന്നു വണ്ടി. അപ്പോൾ ഒറ്റോട്ടം ഫ്രണ്ട് എടുത്ത് നേരെ പിടിച്ച് നേരെ കയറി പോന്നു. കണ്ട ലെഫ്റ്റ് പിടിച്ച് നമ്മൾ നിർത്തിക്കണം. കണ്ട സൂമി തരാം കണ്ട. അപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്യട്ടാ. ഗിയറിലിട്ട് വണ്ടി ഓഫ് ചെയ്തു. നമ്മുടെ ലെയ്ലാൻഡിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണറ്റിൻ്റെ മുകളിൽ തന്നെ ഒരു വലിക്കുന്ന സാധനം ഉണ്ടാവും, ലിവർ ഉണ്ടാവും, അത് വെച്ചിട്ട് ഓഫ് ചെയ്യും. അപ്പോൾ നമുക്ക് വണ്ടി ഇറങ്ങാം. ഇറങ്ങാൻ കഴിഞ്ഞാൽ മതി. മൊത്തം ചെളി പോലെ. അവിടെ കുഴപ്പമില്ല. ഒന്നുമില്ല, ഇവിടുത്തെ സാധനം പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഏരിയ ഉണ്ടല്ലേ, അപ്പോൾ തുറക്കാൻ കഴിയും, പക്ഷെ നല്ല ബലം കൊടുക്കണം. ഇത് ചന്ദനത്തിരി അധികം സിഗരറ്റ് ലൈറ്റർ. നിങ്ങൾ വിചാരിക്കും സത്യം പറയാലോ, ഇല്ലട്ടാ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ സത്യം പറയാ വെച്ച് കഴിഞ്ഞാൽ ഇല്ലട്ടാ. നിങ്ങൾ പറഞ്ഞ പോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, ഉറപ്പും ചോദിക്കും ഉണ്ടല്ലോ എന്ന്. ഉണ്ടായിരുന്നു, നിർത്തിയതാണ്. കാരണം നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 6-7 മാസമായി. ഒരു സമാധാനം, ആശ്വാസം എല്ലാം ഉണ്ട്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ലൈറ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ പെട്ടെന്ന് വായിൽ വന്നൊരു വാക്കാണ്, അത് അറിയേണ്ട ഒന്നാണ്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. നമ്മൾ കാണിച്ചു തരാം. ഇതുണ്ടോ, അതിൻ്റെ അടിയിൽ നോക്കി നമ്മളെ ടയർ കയറിയാണ് കാണുന്നത്. വേണ്ട, അതുകൊണ്ടാണ് നമുക്ക് റിവേഴ്സ് അടിക്കേണ്ടി വന്നത്, അല്ല ഫ്രണ്ട് കയറേണ്ടി വന്നത്. ഈ ടയർ ഇതാ ഇത്ര ഇരുന്ന ടയർ ഞാൻ അപ്പുറം കാണിച്ചു കേട്ടോ. നോക്കിയേ, ഡ്രമ്മിൻ്റെ മുകളിലൊക്കെ അടിച്ച് കയറി ഞങ്ങൾ നോക്കിയേ കണ്ട. വണ്ടി കൊണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റെപ്പ് കയറാം, ബാക്കിയൊക്കെ നമുക്ക് ചെയ്തിട്ട്. ഗൈസ് ഇതാണ്ട, ഈ മിഷ്യൻ വഴി നേരെ കയറ്റി വിടും, ചകിരിങ്ങനെ കയറ്റി വിട്ടതാണ്ട. ഇതുവഴി ഇറങ്ങി വരും. ആ കിടക്കണാണെങ്കിൽ മൊത്തം കാണണം കേട്ടോ, മൊത്തം. എന്നിട്ട് പിന്നെ ഇതിനെ സെപ്പറേറ്റ് ആക്കും. ഇപ്പോൾ ആ മിഷ്യൻ വഴി ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ആവും കണ്ട. കുറച്ച് കട്ടിയുണ്ട് ഈ സാധനം, നോക്കിയേ നല്ല കട്ടിയാണ്. ഇനി ഈ മിഷ്യൻ കയറ്റി വിടും. ഈ മിഷ്യൻ കയറ്റി വിട്ട് അപ്പുറത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നനച്ച് കൊടുക്കുന്നത് വെച്ചാൽ ലൂസാവാൻ വേണ്ടി, നന്നായിട്ടൊന്ന് നല്ല സ്മൂത്താവാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് എന്താ. ഇനിയിപ്പോൾ അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി ഈ മിഷ്യന് കണ്ട, ഈ മിഷ്യനിൽ എന്താ ആ ചകിരിയുടെ വേസ്റ്റ് കൂടെ വന്ന് വിടും. ഇതുണ്ട നോക്കിയേ. അപ്പോൾ അത് ആദ്യത്തെ സെഷൻ, ഇത് രണ്ടാമത്തെ സെഷൻ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ വേസ്റ്റ് ആവണം. കണ്ടോ നോക്കിയേ, കാണിച്ചുതരാം. വേണ്ട ഫുള്ള് ആ ചകിരിയുടെ വേസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഒരു കാണിച്ചുതരാം. ഇതുണ്ടോ, ഈ സാധനമാണ് മൊത്തം. കത്തിക്കാനൊക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഇതായി ഇതിൽ കൂടെ അങ്ങനെ പോകും കണ്ടോ. അതിൽ കൂടെ പോയി ഇവിടെ നല്ലത് വരും. ആ ചകിരിയുടെ വേസ്റ്റ് എല്ലാം പോയിട്ട് ഇവിടെ എത്തുമ്പോൾ ക്ലീനായി. മൂന്നാമത്തെ സെക്ഷനാണ്, മൂന്നാമത്തെ കണ്ടോ. ആ ചകിരി നല്ല അടിപൊളിയായിട്ട് എല്ലാം വേസ്റ്റൊക്കെ പോയിട്ട് വൃത്തിയിലായി. ഇപ്പോൾ ചാർന്ന് നോക്കിക്കേ കണ്ടോ. ഈ മിഷ്യന് ഇതാ ചാർന്നുണ്ടാ.
ഇനി ഇത് ഈ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടില്ലേ, ആ വേസ്റ്റ് ഇവിടെ കൊണ്ട് തട്ടിയിട്ട് ഈ മെഷീൻ്റെ ഉള്ളിൽ കൂടെ പോകും. നോക്കിയേ, എന്തോ എന്തിനു വേണ്ടി ഉപയോഗിക്കണ അറിയില്ല കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മുടെ വളാട്ടോ കണ്ടാ. ഇത് കഴുകും മെഷീൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇപ്പോൾ ഇങ്ങനെ പോയി ആ സാധനം ഇതണ്ട. അപ്പോൾ ചകിരി എടുത്തു കഴിഞ്ഞാൽ ഒന്നുപോലും ഇതിൻ്റെ വേസ്റ്റ് ആവണില്ല കേട്ടോ, ഒക്കെ പ്രോസസ്സിങ്ങാ. നോക്കിയേ ഉണ്ടാ, സംഭവം വാഷ് ചെയ്ത് ഒരു ചാക്കിലാക്കിയിട്ട് അത് വളമായിട്ട് ഉപയോഗിക്കും. കണ്ടാ ആ കറങ്ങണ കണ്ടാ, അതിൻ്റെ ഇടയിൽ കൂടെ അതിനെ വേർതിരിക്കുക. നോക്കിയാൽ ഒന്നുപോലും ബാലൻസ് വെക്കാണ്ട് നമ്മുടെ ഈ അരിയൊക്കെ പൊടിക്കില്ലേ, അതേപോലെ പൊടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഇത്. നോക്കിയേ എന്താ കാണിച്ചരാ, ഇതുണ്ടോ? അപ്പോൾ ഞാൻ അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ചെളി. അയ്യോ നോക്കിക്കേ, എന്താ എൻ്റെ ചെരുപ്പ് നോക്കിക്കേ, നോക്കിക്കേ. ഇതാ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് കണ്ടിറങ്ങി, ഈ ആവശ്യമുണ്ട്. നോക്കിയേ കഴുകാൻ പറ്റിയൊരു വെള്ളവും ഇല്ല അവിടെ. എന്താ വെറുതെ ആവശ്യമില്ലാണ്ടാണ് ഇറങ്ങിപ്പോയതാ. നമ്മളേ അതിൽക്കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകാന്നുള്ള പ്ലാനായിരുന്നു. മൊത്തം ചെളിയുണ്ട് തിരിച്ച് നടന്നതാ. എന്നിട്ട് എന്താ അത് അവിടെ കണ്ട, അവിടെ ചെരുപ്പ് കുടുങ്ങി ഈ വെള്ളത്തിൽ കഴുകി കാലിതാ ഇതിൽ തുടച്ച് ഇനി അപ്പുറത്ത് കാണിച്ചില്ല. കാരണം ഞാൻ വേറെ വഴി കണ്ടില്ല, കാരണം ഇവിടെ നിന്ന് വഴി കാണില്ല, അതുകൊണ്ട് ഒന്നും വഴിയില്ല. ഇപ്പോൾ ഞാനൊരു വഴി കണ്ടുപിടിച്ച് ഞാൻ നോക്കി എങ്ങനെ പോകേണ്ടതെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചില്ല. അതാ എങ്ങനെ പോയിട്ട് അത് ഇങ്ങനെ പോണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കുഴിഞ്ഞ് കിടക്കണം. നടുന്ന് കുത്തായിരുന്നു, അതുകൊണ്ടാവും ഉള്ളിൽ കുളത്തുണ്ട് അവിടെ. അയ്യോ നമുക്കാണ്ട് ഇങ്ങനെ പോയി 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 അയ്യോ ഉണ്ടോ ഇത് കണ്ട. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ആ മെഷീൻ്റെ മുകളിൽ കൂടെ നേരത്തെ കണ്ടില്ലേ, അതാണ് ഈ കാണുന്നത്. ഇതിൽ കുറേ സാധനമൊക്കെ വേസ്റ്റ് ചെയ്ത് ചാണകം കോഴിക്കോട്ടോ ആട്ടുംകാട്ടോ അങ്ങനെയൊക്കെ കുറേ എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് അതാക്കും. ഇതുണ്ടോ, ഇതാണ് കണ്ടില്ലേ, ഇതാണ് ആ മെഷീൻ്റെ മുകളിൽ കൂടെ നോക്കി ഇങ്ങനെ മല പോലെ കുന്നുപോലെ അവിടെ കൊണ്ട് അട്ടിയിരുന്നുണ്ടാ. ഇതാണത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വെക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എന്തുള്ളത്, മറ്റേ മിക്സ് ചെയ്ത സാധനങ്ങളുള്ളത്. പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പൊടികളും കാര്യങ്ങളും ഉള്ളത്. കണ്ടോ നോക്കി, ഇത് എല്ലുപൊടി തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് മിക്സാക്കി നമ്മുടെ ആട്ടുംകാട്ടം കോഴിക്കാട്ടം എന്തൊക്കെ കുറേ മറ്റേ ഇത് കൊണ്ടിട്ടിട്ട് ഉണ്ടോ, എല്ലുപൊടി ഉണ്ടോ നോക്കി ഉണ്ടല്ലേ. പിന്നെ ഇതാ അപ്പുറത്ത് വേറെ ഇത് കുറേ മിക്സ് ചെയ്യാനുള്ളതാണ്. കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണേ. ഇനി ഇതിലത്ര മിക്സ് ചെയ്യാം അവർ. ഇത് ചാണകപ്പൊടി, ഇതാ ചാണകപ്പൊടി കണ്ടോ. ഇത് വേറെന്തോ സാധനം, ഇതെന്താ കണ്ടോ, ഇത് നമ്മുടെ ചെടികൾക്കൊക്കെ ഉപയോഗിക്കണം കേട്ടോ ഉണ്ടല്ലോ. ഞാൻ അപ്പുറത്ത് നമ്മുടെ ചാണകം മിക്സ് ചെയ്യണ സംഭവം ഉണ്ട് പറഞ്ഞു, അപ്പോൾ അതും കാണിച്ചു തരാം. എന്താ ഇതെന്താ, അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ഇത് കണ്ടതാ, ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ എനിക്ക് കണ്ട എഴുതി കുറേ എഴുതിയിട്ടുണ്ട് കേട്ടോ, മിക്സ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് എൻ്റെ അമ്മ കുറേ കേട്ടോ. അപ്പോൾ ഇത് കെമിക്കലേ ഉണ്ട്. ഇനി എന്താണ്ട ഇത് ചാണകം കേട്ടോ. ഈ ചാക്കിൽ വന്ന് മൊത്തം ചാണകമാണേ. എന്താ കണ്ടാ, ഓ ഇതിൻ്റെ ഉള്ളിലാണ് പൊടിക്കണേ.
भैया चाना पड़ी और केबल ഓ ഉള്ളനെ ഇതുണ്ട് പൊടിച്ചെടുത്താണ് 2 മിക്സാ ഓക്കെ ഓക്കെ ഉണ്ട് ചാണകപ്പൊടി മിക്സ് ചെയ്ത് നോക്കിയേ ആ മെഷീനല്ലേ മെഷീൻ ഓക്കെ ഈസ്റ്റ് ईस्ट में चिकन का ये नहीं है चिकन चिकन का इसमें 30 किलो आता है उसमें अपना लोड इसमें देके 4 बोरी देके उसमें फिट करके तब उसे डालते हैं ഓക്കെ ഓക്കെ ഹിന്ദി എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് പറഞ്ഞത് കുറച്ചേ മനസ്സിലായുള്ളൂ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്ക് ഇത് കണ്ട ആ സാധനം ചാണകപ്പൊടി ഇതുകൊണ്ട് മിക്സ് ചെയ്താട്ടാ ഇത് കണ്ട എനിക്ക് പിന്നെ ഇത് മെഷീനാണ് നമ്മുടെ ചാക്ക് തുന്നുന്ന മെഷീന് ഇത് നൂല് എവിടെ കേട്ടിനൊക്കെ അറിയില്ല അതാ നൂല് ചെയ്യണ്ട ചാക്ക് തുന്നണ മെഷീനാണ് നല്ല പവർ ഉണ്ടാവും അതിൻ്റെ സൂചി ഏതാ അതാ സൂചി കണ്ടാ സൂചി ഇതായിരിക്കും വലിയ സൂചി കേട്ടാ കുറേ സാധനങ്ങൾ ഇവിടെ ഇഷ്ടക്കണക്കിനുണ്ട് കേട്ടോ ഇതെന്ത് കുറേ ഇത് വേറെ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും കൂട്ടാണ്ട് മിക്സ് ചെയ്യണം അങ്ങനത്തെ സംഭവം എനിക്കറിയില്ല ഇതുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വളത്തിൻ്റെ ഒരു ഏരിയ കണ്ടില്ലേ നമ്മുടെ വണ്ടി കയറ്റുന്ന ലോഡ് എങ്ങനെ ഇവർ ആക്കണമെന്ന് ഇത് കാണിക്കാൻ പോട്ടോ ഇതിവർ വേണ്ട ഇതേപോലെ മെഷീൻ്റെ ഉള്ളിലേക്ക് ഉണ്ടെങ്കിൽ ഹൈഡ്രോളിക് മെഷീൻ കേട്ടോ പ്രസ് ചെയ്ത് കയറ്റി നോക്കിയേ ഉണ്ടാ ഇതൊരു അടി വരെ ഉണ്ടോ എന്ന് അടച്ച് അവിടെ ലോക്ക് കൊടുത്ത് അതിൻ്റെ കൺസോൾ ഇതാ എന്താ അത് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ പ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്തൊക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടാ അത്രക്കും ടൈറ്റുള്ള സാധനം ഓ ഭയ്യ ഇത് സടേ നീച്ചേ നീച്ച ഫുള്ള് ഓ എൻ്റെ അമ്പോ ഇത് കണ്ടോ ഇവിടുന്ന് കയറ്റി ഇതുവരെയുള്ള ഈ പ്രസ് ചെയ്തിക്കണേ ഓ ഉണ്ടാ കയറിടും ഇനി കെട്ടും ഉണ്ടാ കണ്ടാ കെട്ട് നോക്കിയേ ഇനി വീണ്ടും ഇടും കേട്ടോ ഉണ്ടാ അത് ടൈറ്റ് ചെയ്യുന്ന കെട്ടി ടൈറ്റ് ചെയ്യുന്നുണ്ടാ ഇത് കണ്ടോ ഫുള്ള് ബണ്ടിലാക്കിയിട്ട് പോണിക്ക് എന്താ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് അവിടെ ഇപ്പോൾ ഫില്ല് ചെയ്യും ഡോറടച്ചേ അത്രക്കും നല്ല ടെമ്പറായിട്ടാണ് കെട്ടിക്കണത് നോക്കിക്കുക അപ്പോൾ ഇത് മൊത്തം നമ്മുടെ വണ്ടി കയറുമ്പോൾ ഒരു വണ്ടിയുടെ ക്യാബിൻ്റെ പൊക്കത്തിൽ പോവും അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം വണ്ടി എത്ര കയറുന്നുണ്ടെന്ന് പിന്നെ മൊത്തം 9 ടണ്ണോട്ടോ നമ്മൾ വണ്ടി കയറുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതാ അവിടുത്തെ മിക്ക ഭാഗം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ആകെ കുറച്ചായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ എനിക്കൊരു 10-20 മിനിറ്റ് അത്ര ഉണ്ടാവുള്ളൂ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ഇവിടെ കാണുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ എടുക്കാനുള്ള വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി കയറ്റുന്ന ലോഡിൻ്റെ അത് മാത്രം എടുക്കാനുള്ളൂ ബാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇതുണ്ട് നമ്മുടെ എന്താ പറയുക ഇവിടെ കുറേ ചിരട്ട കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ചിരട്ടല്ല ചകിരിയാണത് പെട്ടെന്ന് കണ്ടപ്പോൾ ചിരട്ട വിചാരിച്ച് അപ്പോൾ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അവിടുത്തെ വ്യൂ നോക്കി നോക്കാം വ്യൂസ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഏരിയ ഇത് എങ്ങോട്ടാ പോകണമെന്നറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ പണ്ട് എൻ്റെ ചെറുപ്പത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇടവഴിയുണ്ട്
നേരെ പാടത്തേക്ക് ഇറങ്ങുന്ന വഴിയാണത്. ജന്തുക്കൾ വിചാരിച്ചാൽ മതി. ഇത് സംഭവം ഉണ്ടാവണമെങ്കിൽ എന്താ അറിയോ, നേരെ ഇറങ്ങി ചെന്ന് അവസാനം കുറേ പട്ടികൾ എടുക്കണ്ടാവും. അവരെ മുന്നിൽ പോയി ചാടും. അപ്പോൾ അവിടെ നിന്ന് ഓടും. റബ്ബറും തോട്ടം ഇട്ടാ കണ്ടോ, ഇത് റബ്ബർ തന്നെ. ഞാൻ പെട്ടെന്ന് റബ്ബറാണോ എന്ന് ഒരു തോന്നൽ തോന്നിട്ട് കണ്ടോ. നല്ല രസമല്ലേ വഴി നോക്കിയേ. അത് തെങ്ങും പറമ്പിക്കാണ് പോണത്. ഇത് ഇനിയിപ്പോൾ എതിര് വീട്ടിലേക്കുള്ള വഴിയാണോ? പിന്നെ ഞാൻ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഷെയ്ക്കിങ് ഉണ്ടാവും. അപ്പോൾ കാര്യമാക്കണ്ട, എൻ്റെ ഒരു ഗംബിലും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഭംഗിയുള്ള ഏരിയ ഇതാണ്. എൻ്റെ മോനെ എന്ത് ഭംഗിയാ നോക്കിയേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഇങ്ങോട്ട് പോണ്ട് ഈ വഴി. അതായത് താഴോട്ട് ഇറങ്ങി പോകണം. ഇതുവരെ കോൺക്രീറ്റിംഗ് ആണല്ലോ, അപ്പോൾ വണ്ടികൾ കയറി വരും ഇതിവിടെ. ഇടിഞ്ഞു പോയാൽ മതി. ഇവിടെ കുറേ മണ്ണിടിഞ്ഞിട്ട് താഴെ വീണ കേട്ടോ അങ്ങോട്ടേക്ക്. ഇതുണ്ടോ. അപ്പോൾ ഇതുവരെ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ പോകണുള്ളൂ. കുറച്ച് ഇടിഞ്ഞു പോയാൽ മതി. ഇത് കണ്ടോ. ഓ മേൻ സൂപ്പർ, അടിപൊളി. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഉണ്ട് ആ വഴി കൂടെ നമ്മൾ ഇറങ്ങി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ബാക്കിൽ ഞാൻ നേരത്തെ കാണിച്ച വ്യൂ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ലോഡ് കയറ്റുമ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. എഡിറ്റ് ചെയ്യാനുള്ള ടൈം, കാരണം വെച്ചാൽ കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് കുറച്ച് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവരിതിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 5:30 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഒരു മിനിമം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുമായിരിക്കും. നമുക്ക് കാണാം. നമുക്കിത് മൊത്തം 130ൻ്റെ പുറത്ത് ഇങ്ങനത്തെ ബണ്ടിലുകൾ കയറാറുണ്ട്. ഒരു ബണ്ടിലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര 65-70 കിലോൻ്റെ അടുത്ത്. ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പറയാം നമ്മൾ ഇത്ര വെയിറ്റ് ഉണ്ടെന്ന്. നോക്കിയേ, ഈ സാധനമാണ് അവിടെ നിന്ന് ഇവർ. ഞാൻ ഇത് ഒരു 10 കിലോ അല്ല 5 കിലോ എന്നൊക്കെ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചേ. നോക്കിയാൽ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ചവിട്ടിയത് ഫില്ല് ചെയ്യണം കൊണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ അതിൻ്റെ മുകളിൽ കയറിന്ന് കണ്ടോ, ഫില്ല് ചെയ്യണ്ട. ഇതേപോലെ ഒരു 130ൻ്റെ പുറത്ത്. അപ്പോൾ ഇത് 10-70 കിലോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയതാ. ഈ കാണുന്നത് ഇത് കണ്ട ഉണങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കുറച്ച് ലൈറ്റ് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ കുറവ് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അല്ലേ. അപ്പോൾ അത് മൊത്തം ഇനി പാക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഉണ്ടോ ഒരാൾ തലയെ വെച്ചിട്ട് എടുത്തുകൊണ്ട് നോക്കിയേ. ഇപ്പോൾ ഇവരെ ശമ്പളം എന്നോട് പറഞ്ഞത്ര അറിയോ, ഫുൾ ടൈം ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 1 മണിയാകുമ്പോൾ അത്ര ജോലി നിർത്തുക. ഫുൾ ടൈം ഡ്യൂട്ടിയിൽ ഇവരെ ശമ്പളം 30 ഉറുപ്പിക പുറത്തുണ്ട്. ഡബിൾ ഡ്യൂട്ടി അത്ര. ഈ മെഷീൻ നിൽക്കില്ലാന്ന് 24 hours വർക്ക് 24 hours 1 മണിയൊക്കെ വരെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എന്താ അല്ലേ 40 ഉറുപ്പിക 30 ഉറുപ്പിക ശമ്പളേ. നമ്മളെ ആൾക്കാരൊക്കെ ആണെങ്കിൽ 5 മണി 6 മണിയാകുമ്പോൾ കയ്യും കഴുകി മേലും കഴുകി കുടുംബത്തെത്തും. വെറുതെ അല്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണിച്ചു തരാം. നല്ല മഴ അവിടെ മഴ നോക്കിക്കേ. ഉണ്ടോ അടിപൊളി മഴ. അപ്പോൾ ഗൈസ് ഞാനേ ഇതാ ലോഡിൻ്റെ മുകളിൽ കണ്ടോ കയറി നിൽക്കുക. നോക്കിയേ ഒരു കയറ് കെട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതാണ്ട് പുറത്ത് പോകാതിരിക്കാം. നേരത്തെ ഞാൻ കാണിച്ചില്ലേ പുറത്ത് പോകാതിരിക്കാൻ. ഇനിയൊരു ബണ്ടിലിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത് അടിച്ചുകൊണ്ട് കയറി നോക്കിയേ. ഉണ്ടോ എൻ്റെ അമ്പോ അടിപൊളി. നോക്കിയേ ഇതുണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കണ്ട. ഉണ്ടല്ലേ നോക്കിക്കേ. ഇത് കണ്ടോ
ഇവിടുന്ന് ഇതുവരെ ഇനി ഒരു അട്ടി കൂടി ഇനി കയറും. ഇതേപോലെ ഒരു അട്ടി കൂടി കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ്. നമ്മുടെ വണ്ടിക്ക് ഫുള്ളായിട്ട് പടുതിട്ട് ലോഡ് കയറിയിട്ട് പടുതിട്ടവർ ഇത് നമ്മുടെ കച്ചി വൈക്കോലിന് ഉപയോഗിക്കുന്ന പടുതിട്ടാ. ഇതിപ്പോൾ കാണിക്കണേ ബോംബെ അടിക്കണം. ബോംബെ അടിച്ച് താഴെ ഇറക്കി വിടും. കണ്ടപ്പുള്ളി ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിൻ്റെ ഒരു റിങ് പോലെ ഉണ്ടോ, ആ റിങ്ങിൻ്റെ ഇടയിൽ ഒരു കയറിട്ട് താഴോട്ട് ഇടും. എന്നിട്ട് ആ വലിച്ച ടൈറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവർ ടൈറ്റ് ചെയ്യണം നോക്കട്ടോ. ബോംബെ ടൈറ്റാക്കല കണ്ടല്ലേ, വലിച്ച് പിടിക്കണ നോക്കിയേ. എന്താ രണ്ടാളുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ടൈറ്റ് ആവും. നമ്മളിതാ സൈറ്റിലെത്തി. നമ്മൾ പുലർച്ചെ 2 മണിക്ക് വണ്ടി എടുത്തു. ഒന്നരക്ക് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. 3 മണിയായിട്ടോ. ഞാൻ ആകെ നിർത്തിയത് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 മണിക്കൂറാണ് ഞാൻ വണ്ടി ചവിട്ടിയത്. ബാക്കി ഫുള്ള് ഡ്രൈവിങ് ആയിരുന്നു ഇത്ര നേരമായിട്ട്. അത് എത്ര കിലോമീറ്റർ സ്പീഡ് അറിയുമോ? 45, 50, 55. അതിൽ കൂടുതൽ വരാൻ പറ്റില്ല. അത്രയും ടൈം എടുത്ത്. പക്ഷേ ക്ഷീണിച്ചിട്ടുണ്ട്. ക്ഷീണമുണ്ട്. 10 മണിക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിർത്തിയത്. രാത്രി കഴിച്ചില്ല. രാത്രി കഴിക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ രാത്രി കഴിച്ചില്ല. അങ്ങനെ 5 മണിക്ക് തിരൂരെത്തിയപ്പോൾ ഞാൻ എന്താക്കി, ഒരു ബ്രെഡ് ഓംലേറ്റും പിന്നെ ഒരു ഡബിൾ ഓംലേറ്റ്, ഒരു ചായ, 2 കേക്ക്. ഈ സാധനം കഴിച്ചിട്ട് പൊന്നാനി പാസ്സായതോടെ, പൊന്നാനി ഒരു 10-20 കിലോമീറ്റർ പാസ്സായതോടെ ഞാൻ എന്താക്കി അങ്ങോട്ട് സൈഡായി നിർത്തി. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഞാൻ വല്ല കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകുന്നു രാത്രി. അതുകൊണ്ട് രാത്രി കഴിച്ചില്ല. അങ്ങനെ പൊന്നാനി പാസ്സായുടെ പിന്നെ ഒരു 6:30 വണ്ടി എടുക്കണം കേട്ടോ. 5 മണിക്ക് ചവിട്ടിയിട്ട് പിന്നെ ഒരു 6:30, 5:30 ചവിട്ടിയിട്ട് 1 മണിക്കൂറോട്ട് ഞാൻ റെസ്റ്റ് ഉറങ്ങി. എന്നിട്ട് വണ്ടി എടുത്ത് പിന്നെ എവിടെയും ചവിട്ടിയില്ല. ഒന്ന് പല്ല് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് ജസ്റ്റ് റോട്ടിലൊരു ബിരിയാണി ഇങ്ങനെ കുറച്ച് കാക്കമാർ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണി മേടിക്കാൻ വേണ്ടി നിർത്തി. ഈ നിർത്തലാണ് ഒരേ ലെവൽ വരവ്. എന്നിട്ട് ചോദിക്കുക വല്ലയിടത്തും ഉറങ്ങിയായിരുന്നു അവസ്ഥ ഉണ്ടല്ലോ. ഉറങ്ങായിരുന്നോന്നാണ് ചോദിക്കണത് ഇത്ര നേരം. അപ്പോൾ ഞാനിത് അയക്കട്ടെ, മൊത്തം അയക്കട്ടെ. അയച്ച് പടുത മടക്കണം. പടുത മടക്കി ഒന്ന് കൈയും കാലും കഴുകി ഭക്ഷണം കഴിച്ച് റാറ്റ കടത്തം. നല്ല ഉറങ്ങണം. അതാ പരിപാടി കേട്ടോ. അപ്പോൾ കയറയക്കാൻ പോകും. കയറയക്കണമെന്ന് കാണിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഇത് പറയുമ്പോൾ അതിൻ്റെ ലോക്ക് കണ്ടുപിടിക്കണം. അതാണ് പ്രശ്നം. അപ്പോൾ ഉണ്ടോ എവിടെയാണ് കെട്ട്, എവിടെ ഇതിൻ്റെ ലോക്ക് ഒന്നും പിടുത്തം കിട്ടില്ല. അത് ലൂസാക്കി ഇനി ബോംബെ ഇങ്ങനെ കാണിച്ചു തരാം. ഇതണ്ട ഇങ്ങനെ കഴിക്കുക, ഫോട്ടോ എടുക്കുക, ഇങ്ങനെ മേളിട്ട് നമുക്ക് ഇത് കിട്ടും തോന്നണില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതുള്ളതുകൊണ്ട്. അപ്പോൾ താഴത്ത് വലിച്ചിടണം. ഒരു കയറിനെ ഒരാളെ കൊണ്ട് ഡബിൾ സ്ട്രോങ്ങിൽ കെട്ടാൻ പറ്റുന്നൊരു കെട്ടാണത്. ബോംബെ കെട്ടുന്ന നമ്മുടെ ലോറിക്കാരുടെ ലെവലിൽ പറയാട്ടോ. ഈ ഒരു കെട്ട്. അപ്പോൾ ഇതാണ് അവിടെ തടി വണ്ടിക്കൊക്കെ കിട്ടാറ്. സിമ്പിളാണ് തയ്ച്ചെടുക്കാൻ, വലിയ ചടങ്ങൊന്നുമില്ല. അത് ഈ ഒരു ലോക്കില്ലേ, ഇപ്പോൾ ഒറ്റ കൈ ആയതുകൊണ്ട് പിന്നെ ചടങ്ങാണ്. ഇതുണ്ട് ഇത് കണ്ട കയറഴിഞ്ഞ് സിമ്പിളാണ്. കാരണം വെച്ചാൽ ഈ ടെമ്പർ കണ്ട, ഈ ടെമ്പറൊക്കെ ബോംബെ അടിച്ചിട്ട് മൊത്തം ബോംബെ അടിച്ചിരിക്കണ കാണുന്നത്. അപ്പോൾ ഇത്രക്കും വെയിറ്റുള്ള ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഒരു നമ്മുടെ ലോഡിനെ പിടിച്ച് നിർത്തിയ ഈ ഒരു ഒറ്റ കെട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ മറ്റേ ആൾക്കാർ വലിക്കണത് സ്ട്രോങ്ങിൽ. ഇത് ചെറിയ ലോഡാണ്, ഒരാൾ മതിയിട്ടാ. ഇത് വലിയ ലോഡായതുകൊണ്ടാണ് 2-3 ആൾക്കാരൊക്കെ ആയിരുന്നു വലിച്ചത്. കുറച്ചുകൂടി ഡബിൾ സ്ട്രോങ് ആവാനുണ്ട്. അപ്പോൾ ഞാനത് മൊത്തം അയക്കട്ടെ, അയച്ചിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഈ കയറ് മൊത്തം എടുത്തിട്ട് ആ ക്യാബിൻ്റെ വണ്ടിയിൽ റൗണ്ട് അടിക്കണം. ഇതണ്ട പായ അയച്ച് ഈ പണിയാണ്.
നല്ല വെയിറ്റ് ഉണ്ട്, കുറേ നേരം പിടിക്കുമ്പോൾ അത് 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും ഇപ്പോൾ മൊത്തം കൂടി ചെയ്യുമ്പോൾ. ഇവിടെ ഇതില്ലേ നമ്മുടെ വൈക്കോലിന് ഉപയോഗിക്കണ പടുതയും കയറൊക്കെ ഇത്, അതത്ര ലെങ്ത്ത്. അപ്പോൾ നമ്മളിതാ ഒറ്റക്ക് പടുതി കയറും അയച്ച് മടക്കി. നിലനാണ്, നല്ല വെയിറ്റുള്ള പടുതയാണ്, അച്ചാത്തി വെയിറ്റ്. ഭയ്യാ ആ നീച്ചേ ഡാലേ റസി നീച്ചേ ഡാലേ ഹലോ. ഓക്കെ, അപ്പോൾ ഒരു കയറ് താഴെട്ടുണ്ട്. ഇനി ഇവരിത് ഫുള്ള് ഇവിടെ ഇറക്കും. ഇതാണ് സൈറ്റ്. ഇത് ആ കയറ് കയറ് വലിക്കാൻ പറഞ്ഞോ. ഈ കയറ് നമ്മൾ മടക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പടുതയുടെ മുകളിൽ പടുത പാറിപ്പോകാറില്ല, പടുത താഴെ പോയിരിക്കാൻ വേണ്ടിയിട്ട് വട്ടം ക്രോസ് കിട്ടണം പടുതക്ക്, അതിന് വേണ്ടി ബാക്കി വെച്ചതാണ്. പടുതക്ക് കഴിഞ്ഞ് വട്ടം ക്രോസ് അടിക്കുക, അതൊരു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഇവിടെ ഒരു കുളിമുറി ഉണ്ട്, കുളിക്കണം. നോക്കിക്കേ, കുതിർത്താട്ടിക്കണം. നോക്കിക്കേ മറ്റേ ഇത് എന്താ ഇതെന്താ ഫുള്ളിത്. എനിക്കിത് എവിടെ ഇതിൻ്റെ ഇവർ എവിടെ വെച്ചിട്ടൊക്കെ പണിയണേ എനിക്കറിവ് കൊടുത്തില്ല കേട്ടോ. എന്താ ഓരോരുത്തർ ഇനിയിപ്പോൾ ഇറക്കാൻ കൊടുക്കണേ. എന്താ ഇനി ഉള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്ക് മേടിച്ചതാണ്, കഴിച്ചില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തിയിട്ട് ഇനി വെറുതെ ടൈം ലേറ്റ് ആവണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് പാർസൽ മേടിച്ച് വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുളിക്കണം, കുളിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. അതിനൊരു സുഖമുണ്ട് സമാധാനമായിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ആ കയറും കൂടി ജോയിൻ ചെയ്തിട്ട് അപ്പോൾ അടുത്ത് തന്നെ ഒന്ന് താഴെ വീഴാത്ത രീതിയിൽ ഒന്ന് കെട്ടണം. കെട്ടിക്കഴിഞ്ഞ് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, പിന്നെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കുക. ഇതാ പരിപാടി. അപ്പോൾ ഒരു പടുത കൂടി നമുക്ക് മടക്കാണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പുറകിൽ ആ ദൂരത്ത് കണ്ട ഒരു കണ്ട അവിടെ എവിടെ അങ്ങനെ അല്ല ഇങ്ങടെ അതാ അവിടെ. അപ്പോൾ അത് മടക്കണം കേട്ടോ. അപ്പോൾ മടക്കി കുളിച്ച് ഫ്രഷായിട്ട് കാണാം കേട്ടാ. അവർക്ക് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതണ്ട ഡ്രസ്സ് തിരുമ്പി കുളിച്ച് വേബ്രിഡ്ജ് വന്നിട്ട് വീണ്ടും രണ്ടാമത് വെയിറ്റ് എടുത്ത് അപ്പോൾ ഇത് അയച്ചു കൊടുക്കണം. പിന്നെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് പിന്നെ മധുരത്തിന് 5 സ്റ്റാർ ഇതിൻ്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കി കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ മൊത്തം പണിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ കയറിടുന്നതും പടുതിടുന്നതും പിന്നെ ചോറ് ഞാൻ ബിരിയാണി കഴിച്ചപ്പോഴാണ് വെച്ചാൽ 4 മണിക്കട്ടോ ഞാൻ മേടിച്ച് വെച്ചിട്ട് എവിടുന്നാണ് മേടിച്ചത് ഹരിപ്പാട് എത്തുന്നതിന് മുന്നായിട്ട് ഒരു റൈറ്റ് സൈഡിലൊരു കാക്ക അങ്ങനെ റോട്ടിൽ വെക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം റൈസ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതിന്. അപ്പം അത് കഴിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോൾ തിരിച്ച് എത്തേണ്ട സൈഡിൽ എത്തിയപ്പോൾ സമയം 6 മണി. പിന്നെ ചായ കുടിച്ച് പിന്നെ 4 മണിക്ക് കഴിച്ചുകൊണ്ട് തോന്നുന്നു. രാത്രിയൊന്നും കഴിച്ചില്ല ഞാൻ, നല്ല ഉറക്കമിറങ്ങി. നേരം വെളുത്ത് ഉറക്കത്തിൻ്റെ ഇടയിൽ നേരം വെളുത്ത് 5-6 കുളപ്പടപടാണ്ട് അവസാനം ഉറക്കമപ്പായതുകൊണ്ട് എന്താക്കി സൈലൻ്റ് ആക്കി വെച്ചു മൊബൈൽ. ഇന്നലത്തെ ആ വരവിൽ ഉറങ്ങിയില്ലല്ലോ, ഓണുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പോൾ അടുത്ത ഓട്ടോ എടുത്തിട്ടുണ്ട്. ഒരു ഷട്ടിലടിക്കില്ല നമ്മുടെ പേപ്പർ ബണ്ടില്ല, അത് നേരെ താഴെ വരും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.